പാലക്കാട്ട് തുടങ്ങനാടാണ് വീട്. പിന്നെ ഞങ്ങൾക്ക് വീടിനോട് ചേർന്ന് അപ്പൂസ് ഫുഡ്സ് എന്നൊരു യൂണിറ്റ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും നെയ്യപ്പമാണ്, ചെറിയ നെയ്യപ്പമാണ് ഉണ്ടാക്കുന്നത്. അതുകൂടാതെ അവലോസുണ്ട, അവലോസ് പൊടി, പിന്നെ അരിപ്പൊടി, ഗോതമ്പ് പൊടി, റാഗി, അതിൻ്റെ എല്ലാ പൊടികളും, അതിൻ്റെ എല്ലാം സ്റ്റീമെയ്ഡ് പുട്ടുപൊടികളും, കൂടാതെ മില്ലറ്റ്സിൻ്റെ 7-8 പൊടികളും പുട്ടുപൊടികൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിത് 2005 നെയ്യപ്പത്തിൻ്റെ യൂണിറ്റ് അപ്പൂസ് ഫുഡ്സ് എന്ന പേരിൽ തുടങ്ങിയത്. മോൻ്റെ പേരാണ് അപ്പു. പിന്നെ ഇത് തുടങ്ങി അൽഫോൻസാമയ്ക്ക് 2009 അൽഫോൻസാമ വിശുദ്ധിയായ വർഷം തുടങ്ങി നമ്മളവിടെ പന്നിങ്ങാനത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഒത്തിരിയേറെ പള്ളികളിൽ കൊടുക്കുന്നുണ്ട്. ഒത്തിരി വിശുദ്ധന്മാർക്ക് നേർച്ചയപ്പമായിട്ടാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ കൂടാതെ കുറച്ച് കടകളുണ്ട്. അപ്പം നമ്മൾ മുട്ടത്തിലൊക്കെയാണെങ്കിൽ മനു ബേക്കറിയിലുണ്ട്, അല്ലാതെ ചെറിയ കുറച്ച് കടകളിലുണ്ട്, പാലസന്ധ്യ, അങ്ങനെ കടകളിലാണ് കൊടുക്കുന്നത്. ഇവിടെ ജോലി ചെയ്യുന്നത് ഇന്ന് അൽഫോൻസാമയുടെ തിരുനാളാണല്ലോ. അപ്പോൾ ഞങ്ങൾ 10 ദിവസമായിട്ട് അവിടെ നൊവേന നടക്കുന്ന ഒപ്പം തന്നെ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇപ്പം 35 സ്റ്റാഫാണ് നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അവിടെ തിരുനാൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ആഘോഷമായിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം നല്ല സുഹൃത്തുക്കളായിട്ട് സഹകരിച്ച് ഞങ്ങളോട് കൂടെ മുന്നോട്ട് പോകുന്നു. പിന്നെ ഞങ്ങൾക്ക് എൻ്റെ മോൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവന് 25 വയസ്സ് കഴിഞ്ഞു. അവന് സെർബിൾ പാൾസിയാണ്. അപ്പം നടക്കിയല്ല, വീൽ ചെയറിലാണ് കൂടുതൽ സമയം. അതുകൂടാതെ എനിക്ക് കണ്ണിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ, അതായത് റെറ്റിനറ്റിക് പിഗ്മെൻറ്റോസ എന്ന് പറയും. 2008 കാഴ്ച പറയാൻ തുടങ്ങിയായിരുന്നു. 2011 ആയപ്പോഴത്തേന് കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടായിരുന്നു. എങ്കിലും ഈ ജോലികളെല്ലാം വലിയ ബുദ്ധിമുട്ട് കൂടാതെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും സഹനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അതിലേറെ വലിയ അനുഗ്രഹമായിട്ട് ഒത്തിരി വിശുദ്ധന്മാർക്ക് നേർച്ചയപ്പം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നത് വളരെ ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ ഇതിനെല്ലാം സപ്പോർട്ടായിട്ട് എൻ്റെ ഹസ്ബൻഡ് അജി കൂടെ ഉള്ളതുകൊണ്ട് എല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ സ്റ്റാഫും എല്ലാവരുമായിട്ട് ഒരു 10-19 വർഷമായി ഇങ്ങനെ ഒരു യൂണിറ്റ് ആരംഭിച്ച് എല്ലാം വലിയ കുഴപ്പമില്ലാതെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. അപ്പം നമ്മൾ എല്ലാ ദിവസവും ഇവിടെ ജോലി നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് ഏറ്റവും കുറച്ച് ഉണ്ടാക്കുന്നത് 30 കിലോ മുതലാണ്. അതിനൊക്കെ 2 സ്റ്റാഫ് മതിയാകും. പിന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് 700-720 വരെ ഒരു ദിവസം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ അന്നേരമാണ് കൂടുതൽ ആൾക്കാരുടെ ആവശ്യമുള്ളത്. നമ്മുടെ ഓർഡറിൻ്റെ അനുസരിച്ചാണ് നമ്മളിവിടെ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ 10 ദിവസം കൊണ്ട് നമ്മൾ തിരുനാളായതുകൊണ്ട്, അൽഫോൻസാമയുടെ തിരുനാളായതുകൊണ്ട് ഒരു 5000-6000 കിലോയുടെ അടുത്ത് വരെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന സമയം.
വളർന്ന പൂമുട്ടേ ക്ലാരമഠത്തിൽ വിരിഞ്ഞ നറുമലരേ പൂമുഖമാകെ നിറഞ്ഞ സുഗന്ധം നീ വരനായി ആശ്ലേഷിച്ചിടുവാൻ